അതുപോലെ തന്നെ പ്രേക്ഷകർക്കും അത് ഇഷ്ടപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു. 26-ാം തീയതി സിനിമ വരികയാണ്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഇതിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന 2 പുതുമുഖങ്ങൾ വേറെയുണ്ട്. ഒന്ന് ഒരു മരപ്പട്ടിയാണ്, പിന്നെ ഒന്ന് ബ്രോ എന്ന് പറയുന്ന, ഞങ്ങൾ ബ്രോ എന്നാണ് അതിനെ പേരിട്ട് കൊടുക്കുന്നത്. കാരണം ഈ പവിത്രൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഒരു കൂടപ്പുറപ്പാണ്. അയാളുടെ സന്തത സഹചാരിയാണ് വേറൊരു നായ്ക്കുട്ടി. അത് ആദ്യം മുതൽ അവസാനം CAD മൂസ, റിംഗ് മാസ്റ്റർ, ശൃംഗാരവേലൻ എന്ന സിനിമകൾക്ക് ശേഷം നമ്മുടെ ഒരു സിനിമയിലൊരു നായ്ക്കുട്ടി ത്രൂഔട്ട് വരിക, അത് അതിൻ്റെ കുസൃതികളും കാര്യങ്ങളും. അപ്പോൾ ഇത് ഈ കുടുംബ പ്രേക്ഷകരെന്ന് പറയുമ്പോൾ കൊച്ചു കുട്ടികൾ മുതൽ എല്ലാവരെയും മനസ്സിൽ കണ്ടിട്ട് തന്നെയാണ് ഇതൊരു ഫാമിലി എൻ്റർടൈനർ എന്ന് പറയുന്നത്. കാരണം നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്, നമുക്കെല്ലാവർക്കും ഒരു കുടുംബമുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദിലീപ് എൻ്റർടൈൻമെൻ്റ് ആണ്, ദിലീപിൻ്റെ എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ മുന്നിൽ കണ്ട് തന്നെയാണ് ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ പാട്ടുണ്ട്, തമാശകൾ, കൊച്ചു സങ്കടങ്ങൾ എന്നൊക്കെ പറയുന്ന 10-18 വർഷം ഗൾഫിലുണ്ടായിരുന്ന പവിത്രൻ എന്ന് പറയുന്ന ഒരാൾ നാട്ടിൽ വന്ന് ഒരു ആഡംബര ഫ്ലാറ്റിൻ്റെ കെയർ ടേക്കറും നൈറ്റിൽ സെക്യൂരിറ്റി ഒക്കെ ആയിട്ടുള്ള അയാളുടെ ജീവിതമാണ് പവി കെയർ ടേക്കറിലൂടെ നമ്മൾ പറയുന്നത്. അപ്പം ഇതിൻ്റെ വിശേഷങ്ങൾ ജനങ്ങളിലേക്ക് നന്നായി എത്തിക്കുക, ഈ സിനിമ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല, അത് എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റോറീസും ഇതുവരെ നമ്മൾ വായിച്ചിട്ടുള്ള എഴുതപ്പെട്ടിട്ടുള്ള എല്ലാ സ്റ്റോറീസും റിയൽ ലൈഫ് തന്നെയാണ്. നമ്മൾ ഈ കാണുന്ന കഥകളൊക്കെ ആരൊക്കെയോ എവിടേക്കോ ജീവിച്ചിട്ടുണ്ട്. നമ്മുടെ കൺമുമ്പിൽ ഒരു പ്രത്യക്ഷ ഉദാഹരണമായിട്ട് അവർ വരുന്നില്ലെങ്കിൽ പോലും ആരുടെയൊക്കെയോ ജീവിതം മോഷ്ടിച്ചാണ് നമ്മൾ കഥകൾ ഉണ്ടാക്കുന്നത്. എൻ്റെ ഭാഗ്യത്തിന് ഇങ്ങനെ പവിത്രൻ്റെ ഒരു ക്യാരക്ടർ എൻ്റെ മുമ്പിൽ വന്നുപെട്ടു. അയാളുടെ സങ്കടങ്ങൾ എൻ്റെ മനസ്സിനെ സ്പർശിച്ചു. ആ സ്പർശമാണ്